ഇഡലിക്കും ദോശയ്ക്കുമുള്ള മാവ് തയ്യാറാക്കുമ്പം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി, പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് അളവിലാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ പച്ചരിയും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് കുതിരാൻ വെക്കുക. ഇനി ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരിയും ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ചോറും അതുപോലെ ഒരു പിടി അവൽ നന്നായിട്ടൊന്ന് കഴുകി അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ കുതിരാൻ വെച്ചിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് ഫൈനായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. എങ്കിലേ ഉള്ളൂ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ, അതുപോലെ നല്ല സോഫ്റ്റായും കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്കിതൊന്ന് പൊങ്ങാൻ വെക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ അടുപ്പിൽ നമുക്ക് സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം എണ്ണയൊന്ന് തൂത്ത് കൊടുത്ത് ഇഡലി തട്ട് ഒന്ന് വെച്ച് ആവശ്യത്തിന് മാവ് ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇഡലി റെഡിയായിട്ട് കിട്ടും.